members of the kingdom Monera. Okay, kingdom Monera വരുന്ന members എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ്. ആരാണ്? ബാക്ടീരിയ. ബാക്ടീരിയ. We can see ബാക്ടീരിയ എവരിവെയർ അല്ലേ? നമുക്ക് എവിടെ നോക്കിയാലും ബാക്ടീരിയയെ കാണാൻ പറ്റും അല്ലേ? എല്ലാ പാർട്സിലും എന്തുണ്ട്? ബാക്ടീരിയ ഉണ്ട് അല്ലേ? ഇപ്പോൾ ഹോട്ട് സ്പ്രിങ്സിലായാലും വാട്ടറിലായാലും അല്ലേ? എവിടെ ആയാലും സോയിലായാലും അറ്റ്മോസ്ഫിയറിലായാലും എവിടെ നോക്കിയാലും നമുക്ക് എന്ത് കാണാൻ പറ്റും? ബാക്ടീരിയ കാണാൻ പറ്റും അല്ലേ? ലക്ഷക്കണക്കിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയാസ് കാണും. Here നമുക്ക് ബാക്ടീരിയാസ് can be classified into their structure or shape. Based on their shape, the bacteria can be classified into 4 types. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബാക്ടീരിയയുടെ ഷേപ്പ് അനുസരിച്ചിട്ട് അവർക്ക് നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം കേട്ടോ. കോക്കസ്, ബാസിലസ്, then വിബ്രിയോ, then സ്പൈറില്ല. Okay. ഇങ്ങനെ ബാക്ടീരിയ ബേസ്ഡ് ഓൺ ദി ഷേപ്പ് ബാക്ടീരിയ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു കോക്കസ്, ബാസിലസ്, വിബ്രിയോ ആൻഡ് സ്പൈറില്ലം. കോക്കസ് മീൻസ് സ്പെറിക്കൽ ഷേപ്പ് ആണ്. ഏത് ഷേപ്പാണ്? സ്പെറിക്കൽ ഷേപ്പ്. ചില ബാക്ടീരിയകൾ ഇതുപോലെ സ്പെറിക്കൽ സ്ട്രക്ചേഴ്സ് ആയിട്ട് കാണാൻ പറ്റും. നമുക്ക് നേക്കഡ് ആയി കൊണ്ട് ബാക്ടീരിയ കാണാൻ പറ്റുമോ? ഇല്ല. മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ സ്ലൈഡിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ബാക്ടീരിയ കാണാനായിട്ട് പറ്റും. സ്പെറിക്കൽ ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ട്. ദെൻ അതുപോലെ ബാസിലസ് റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ആണ്. റോഡ് എന്ന് പറഞ്ഞാൽ ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നത് കേട്ടോ. റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ആണ്. നമ്മുടെ കൂത്താടി എന്ന് നമ്മൾ പറയുന്നില്ലേ സാധനം, അതുപോലെ ഇതേപോലെ റോഡ് ഷേപ്ഡ് ആയിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഇതുപോലെ റോഡ് ഷേപ്ഡ് ആയിട്ട് കാണപ്പെടുന്ന ബാക്ടീരിയ ആണ് ബാസിലസ് എന്ന് പറയുന്നത്. ഓക്കെ. അതിനടുത്ത് വിബ്രിയോ മീൻസ് കോമ ഷേപ്ഡ് ബാക്ടീരിയ ആണ് കേട്ടോ. കോമ ഇടുന്ന എല്ലാവർക്കും അറിയാം അല്ലെ? കോമ എങ്ങനെയാണ് ഇടുന്നത്? കോമ അല്ലെ? കോമ ഷേപ്ഡ് ബാക്ടീരിയ ആണ് വിബ്രിയോ. കോളറ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കോളറ കോസ് ചെയ്യുന്ന ബാക്ടീരിയ ആണ് വിബ്രിയോ, കോളറ. അതെല്ലാം കോമ ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. ഇതിനടുത്ത് സ്പൈറില്ലം ഏതാണ്? സ്പൈറില്ലം അതിൽ പേരിൽ തന്നെയുണ്ട് സ്പൈറില്ലം. സ്പൈറൽ ഷേപ്പ്. ഏതാണ്? സ്പൈറൽ ഷേപ്പാണ്. സ്പൈറൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യും കാണുന്ന ബാക്ടീരിയ. അപ്പോൾ ബാക്ടീരിയ ഈസ് ദി sole member of kingdom Monera. It can be classified into 4 types. ഏതൊക്കെയാണ്? കോക്കസ്, ബാസിലസ്, വിബ്രിയോ ആൻഡ് സ്പൈറില്ലം. Coccus is spherical shaped, bacillus is rod shaped, and vibrio is comma shaped, and spirillum is the spiral shaped. Okay, then next നമുക്ക് അവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ പഠിക്കാം. എങ്ങനെയാണ് അവരുടെ ഫുഡ് ഹാബിറ്റ്സ് എന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ മൊണീറയിൽ വരുന്ന ഈ ബാക്ടീരിയാസ് അവരുടെ ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്താണ്? മോഡ് ഓഫ് ന്യൂട്രീഷൻ. Some of the bacteria are autotrophic. Then some of them are heterotrophic. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ന്യൂട്രീഷൻ അല്ലേ? ഏതൊക്കെയാണ്? ഓട്ടോട്രോപ്പിക് ന്യൂട്രീഷൻ ഉണ്ട്, ഹെറ്ററോട്രോപ്പിക് ന്യൂട്രീഷൻ ഉണ്ട്. വാട്ട് യു മീൻ ബൈ ഓട്ടോട്രോപ്പിക്? The bacteria or the organism which synthesize their own food by breakdown of inorganic substances. അപ്പോൾ ഇനോർഗാനിക് സബ്സ്റ്റൻസിനെല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൻ്റെ ഫുഡ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നമ്മൾ എന്താ പറയുന്നത്? ഓട്ടോട്രോപ്പിക് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. Then some of the bacteria are heterotropic. They do not synthesize their own food. They depend on others or ഡെഡ് ആൻഡ് ഡീക്കേ മെറ്റീരിയൽസ് കേട്ടോ. അതായത് സ്വന്തമായിട്ട് അവർ ഫുഡ് ഉണ്ടാക്കില്ല. അവരെന്ത് ചെയ്യും? ചില ആൾക്കാരല്ലേ സ്വന്തമായിട്ടൊന്നും ചെയ്യത്തില്ല അല്ലെ? പരീക്ഷയ്ക്ക് നിങ്ങൾ തന്നെ അല്ലേ ചിലരെന്ത് ചെയ്യും? കണ്ടെഴുതാൻ വേണ്ടി വന്നിരിക്കും അതുപോലെ. അപ്പോൾ ഹെട്രോട്രോപ്പിക് ആയിട്ടുള്ള ന്യൂട്രീഷൻ, സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഫുഡ് ഉണ്ടായി കഴിക്കത്തില്ല. അവർ ഒന്നുകിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഡെഡ് ആൻഡ് ഡീക്കേയിങ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്ത് എടുക്കുന്നത്? ഫുഡ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതാണ് എന്ന് പറയുന്നത് നമ്മൾ ഹെട്രോട്രോപ്പിക് ന്യൂട്രീഷൻ എന്ന് പറയും. ഹെട്രോട്രോപ്പിക്കിൽ ഒരുപാടുണ്ട് കേട്ടോ. പ്രഡേഷൻ ഒക്കെ വരും, പ്രഡേഷൻ ഒക്കെ വരും. അതുപോലെ പാരസൈറ്റിസം തുടങ്ങിയ എല്ലാം ഹെട്രോട്രോപ്പിക് ആയിട്ടുള്ള ന്യൂട്രീഷനാണ്. അതുപോലെ ഓട്ടോട്രോപ്പിക് മീൻസ് ഓട്ടോട്രോപ്പിക്കിൽ തന്നെ രണ്ട് തരത്തിൽ വരാം. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്പും വരാം, ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്പും വരാം. അതുപോലെ തന്നെ കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്പും വരാം, കീമോസിന്തറ്റിക്കും വരാം. ഓക്കെ, വാട്ട് യു മീൻ ബൈ ഫോട്ടോസിന്തസിസ് അല്ലേ? ഫോട്ടോസിന്തസിസ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഫോട്ടോസിന്തസിസ് പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സ്, സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെ പറയാം. അപ്പോൾ
ഫോട്ടോസിന്തസിലൂടെ അല്ലേ അവരുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നമ്മൾ എന്ത് പറയുന്നത് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്പ് എന്ന് പറയുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് അല്ലെ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് യൂസ് ചെയ്തിട്ട് ദെൻ കീമോസിന്തറ്റിക് കെമിക്കൽ കോമ്പൗണ്ട്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൽ നിന്ന് എനർജി റിലീസ് ചെയ്യുന്നവരാണ് നമ്മൾ എന്ത് പറയുന്നത് കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മോഡ് ഓഫ് ന്യൂട്രീഷൻ മനസ്സിലായല്ലോ. ഓട്ടോട്രോപിക് ന്യൂട്രീഷൻസ് ഉണ്ട്, ഹെറ്ററോട്രോപിക് ന്യൂട്രീഷൻ ഉണ്ട്. അപ്പോൾ പിന്നെ മൂന്നായിട്ട് നമുക്ക് വീണ്ടും അവരെ സബ് ഗ്രൂപ്പ് ചെയ്യാം കേട്ടോ. ആർക്കി ബാക്ടീരിയ മുണിയറെ തന്നെ നമുക്ക് സബ് ഗ്രൂപ്പായിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ ആൻഡ് മൈക്കോപ്ലാസ്മ. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവും. ആർക്കി ബാക്ടീരിയ ലിവ്സ് ഇൻ എക്സ്ട്രീം ഹാർഷ് ഹാബിറ്റേറ്റ്സ്. ഹാർഷ് ആയിട്ടുള്ള ഹാബിറ്റേറ്റ്സിലാണ് അവർ കാണപ്പെടുന്നത്. സോ ദേ ആർ known as different names such as ഇപ്പോൾ some of the bacteria are seen in heavy salty condition, salty areas, ഉപ്പുള്ള അല്ലെ ലവണങ്ങൾ ധാരാളം അല്ലെങ്കിൽ സാൾട്ട് കൂടുതലുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടും. അങ്ങനെയുള്ള ബാക്ടീരിയ നമ്മൾ എന്താ പറയുന്നത് ഹാലോഫൈൽസ് എന്ന് പറയും. എന്ത് പറയും? ഹാലോഫൈൽസ്. Halophiles means the bacteria which is lived in salty areas. കേട്ടോ, സാൾട്ടി ഏരിയാസിൽ ജീവിക്കുന്നവരാണ് എന്ത് പറയുന്നത് ഹാലോഫൈൽസ് എന്ന് പറയുന്നത്. ദെൻ സം ഓഫ് ദം ക്യാൻ ലിവ് ഇൻ എക്സ്ട്രീം ഹോട്ട് കണ്ടീഷൻ ഓർ എക്സ്ട്രീം അസിഡിക് കണ്ടീഷൻ. അതായത് ഹോട്ട് സ്പ്രിങ്സിലും അതുപോലെ അസിഡിക് മീഡിയത്തിൽ അസിഡിക് കണ്ടീഷനിലൊക്കെ ജീവിക്കാൻ കഴിവുള്ള ചില ബാക്ടീരിയകളുണ്ട്. ദീസ് ആർ കോൾഡ് തെർമോ അസിഡോഫിൽസ്. എന്താ പറയുന്നതിന്? തെർമോ acidophils. The thermoacidophils can live both high extreme temperature and അതുപോലെ acidic condition അല്ലേ. ഹോട്ട് സ്പ്രിങ്സിലും അസിഡിക് കണ്ടീഷനിലും ജീവിക്കാൻ കഴിവുള്ളവയാണ് ഈ തെർമോഅസിഡോഫിൽസ് എന്ന് പറയുന്നത്. ദെൻ സം ഓഫ് ദി ബാക്ടീരിയ ആർ പ്രസന്റ് ഇൻ ദി ഗട്ട് ഓഫ് റൂമിനന്റ് അനിമൽസ് സച്ച് ആസ് കൗ, ബഫല്ലോ, ഗോട്ട് തുടങ്ങിയവയുടെയൊക്കെ അനിമൽ ഗട്ടിൽ ജീവിക്കുന്ന ചില ബാക്ടീരിയകളുണ്ട്. ദീസ് ആർ കോൾഡ് മെത്തനോജൻസ്. എന്താ പറയുന്നത്? മെത്തനോജൻസ്. ദീസ് ആർ ഓൾസോ സീൻ ഇൻ മാർഷി ഏരിയാസ് കേട്ടോ. മെത്തനോജൻസ് എവിടെയും കാണാൻ പറ്റും, നമുക്ക് മാർഷി ഏരിയാസിലും കാണാൻ പറ്റും. മെത്തനോജൻസ് ആർ യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല, ബയോഗ്യാസ് പ്ലാന്റ്സ്. ബയോഗ്യാസിന്റെ പ്രൊഡക്ഷന് സഹായിക്കുന്ന ബാക്ടീരിയ ഏതാണ്? മെത്തനോജൻസ് ആണ്, അല്ലെങ്കിൽ ഗോബർ ഗ്യാസ് എന്നൊക്കെ നമ്മൾ പറയും. ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് മെത്തനോജൻസ്. അപ്പോൾ ബയോഗ്യാസിന്റെ പ്രൊഡക്ഷന് സഹായിക്കുന്ന ബാക്ടീരിയാസ് ആണ് എന്ന് പറയുന്നത് മെത്തനോജൻസ് എന്ന് പറയുന്ന ബയോഗ്യാസ്. ഓക്കെ, ബയോഗ്യാസ്. അപ്പോൾ ഈ ആർക്കി ബാക്ടീരിയ മറ്റു ബാക്ടീരിയയിൽ നിന്ന് വ്യത്യസ്തമാവുന്നതിന് കാരണം തന്നെ ഈ എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷൻസിലാണ് അവ ജീവിക്കുന്നത് അല്ലേ. ഇപ്പോൾ സാൾട്ടി ഏരിയാസിൽ ജീവിക്കുന്നുണ്ട്, ഹോട്ട് സ്പ്രിങ്സിൽ ജീവിക്കുന്നുണ്ട് അല്ലേ, അതുപോലെ ഗട്ടിലൊക്കെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഈ എക്സ്ട്രീം ആയിട്ടുള്ള ഹാർഷ് ആയിട്ടുള്ള ഹാബിറ്റേറ്റിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ സെൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് അത്രത്തോളം ഹാർഡ് ആയിരിക്കും അല്ലേ, ഡിഫറെൻ്റ് ആയിരിക്കും. അതിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെൽ സ്ട്രക്ചർ ആയിരിക്കും അല്ലെങ്കിൽ സെൽ വോൾ ആയിരിക്കും അവയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആർക്കി ബാക്ടീരിയ പഠിച്ചു. ഇതിനടുത്ത് നമുക്ക് ഏത് പഠിക്കാം? യു ബാക്ടീരിയയും അതുപോലെ മൈക്കോപ്ലാസ്മയും പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം യു ബാക്ടീരിയ. യു ബാക്ടീരിയ, യു മീൻസ് ട്രൂ എന്നാണ് കേട്ടോ. യു എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൂ എന്നാണ്. ദ യു ബാക്ടീരിയ ആർ ഓൾസോ കാൾഡ് ദി ട്രൂ ബാക്ടീരിയ. അവയെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? ട്രൂ ബാക്ടീരിയ. ഓക്കെ, യു ബാക്ടീരിയ എന്ന് വിളിക്കാം, ട്രൂ ബാക്ടീരിയ എന്ന് വിളിക്കാം. ദെൻ ദേ ഹാവ് എ റിജിഡ് സെൽ വാൾ. നല്ല ഉറപ്പുള്ള ഒരു സെൽ വാൾ ഉണ്ടായിരിക്കും കേട്ടോ. ഒരു റിജിഡ് സെൽ വാൾ. A rigid cell wall is present. യു ബാക്ടീരിയ ഹാവ് എ റിജിഡ് സെൽ വാൾ. നല്ലൊരു സെൽ വാളൊക്കെ യു ബാക്ടീരിയയ്ക്ക് ഉണ്ടായിരിക്കും. അതുപോലെ ദീസ് ആർ ഓൾസോ കാൾഡ് സയനോ ബാക്ടീരിയ. എന്താ വിളിക്കുന്നത്? സയനോ ബാക്ടീരിയ എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. സയനോ ബാക്ടീരിയ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സയനോ ബാക്ടീരിയ. ഓക്കെ, നമുക്ക് സം ഓഫ് ദം ആർ ലിവ് ഇൻ കോളനീസ് അല്ലേ. യൂണിസെല്ലുലർ ആയിട്ടുള്ളവയുണ്ട്. യു ബാക്ടീരിയ മേ ബി യൂണിസെല്ലുലാർ. യു ബാക്ടീരിയ ചിലപ്പോൾ എന്തായിരിക്കാം? യൂണിസെല്ലുലർ ആയിട്ടുള്ളതുണ്ട്, അതുപോലെ മൾട്ടി സെല്ലുലാർ ഉണ്ട്, ദെൻ അതുപോലെ കൊളോണിയൽ ഫോംസ് ഉണ്ട്.
Okay, colonial forms ഉണ്ട്. The colonial forms contains a gelatinous sheath, ഒരു mucilaginous sheath ഉണ്ടായിരിക്കും കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പിക്ചർ അവിടെ കൊടുക്കുന്നുണ്ട്, ഒരു ജെലാറ്റിനസ് ഷീത്ത്. അതായത് ഞാനിവിടെ ഒരു ബാക്ടീരിയ വരയ്ക്കാം, കോളനി ആയിട്ട് കാണപ്പെടുന്ന ഒരു ബാക്ടീരിയ. ഓക്കെ, ഇവയുടെ സെൽ വാളിനെ കവർ ചെയ്ത് ഒരു മ്യൂസിലേജിനസ് ഷീത്ത് കാണും കേട്ടോ. ഒരു മ്യൂസിലേജിനസ് ഷീത്ത് കാണും, ഒരു മ്യൂസിലേജിനസ് ഷീത്ത്. ദേ പ്രൊഡ്യൂസ് ആൽഗൽ ബ്ലൂം. ഇപ്പോൾ അക്വാട്ടിക് ആയിട്ടുള്ള ബോഡീസിൽ ബ്ലൂം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഈ സൈനോ ബാക്ടീരിയയൊക്കെയാണ് കേട്ടോ. കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ജെലാറ്റിനസ് ഷീത്ത്, അല്ലെ ഒരു മ്യൂസിലേജിനസ് ഷീത്ത് ഉണ്ടായിരിക്കും. ഇതിനാണ് എന്ത് പറയുന്നത്? ഒരു മ്യൂസിലേജിനസ്. മ്യൂസിലേജ് എന്ന് പറഞ്ഞാൽ ഒരു വഴുവഴുപ്പുള്ള കേട്ടോ, മ്യൂസിലേജിനസ് ഷീത്ത്, ഒരു മ്യൂസിലേജിനസ് ഷീത്ത് ഉണ്ടായിരിക്കും. ദെൻ ആൾസോ they have specialized cells called heterocyst. ഇവിടെ കണ്ടോ, ഇതിനാണ് നമ്മൾ heterocyst എന്ന് പറയുന്നത്. Heterocyst. Some of the bacteria have specialized cells called heterocyst. The heterocyst have the ability to fix atmospheric nitrogen. നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ള, നൈട്രജൻ ഫിക്സേഷന് കഴിവുള്ള ചില സെൽസ് ഉണ്ട്, ഹെറ്ററോസിസ്റ്റ്. അപ്പോൾ ഹെറ്ററോസിസ്റ്റ് കാണുന്നത്, ഹെറ്ററോസിസ്റ്റ് കൂടുതലായിട്ട് ഹെറ്ററോസിസ്റ്റ് കാണപ്പെടുന്നത് നോസ്റ്റോക്ക്, അനബീന, നോസ്റ്റോക്ക്, അതുപോലെ അനബീന തുടങ്ങിയിട്ടുള്ള സ്പീഷീസുകളിലാണ് നമുക്ക് എന്തിനെ കാണാൻ പറ്റുന്നത്? ഹെറ്ററോസിസ്റ്റിനെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ദി eubacteria or cyanobacteria contains specialized cells called the heterocyst. ഹെറ്ററോസിസ്റ്റ് എക്സാമിന് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, സോ അതൊന്ന് ശ്രദ്ധിക്കുക. ഹെറ്ററോസിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ്, വിച്ച് ഹാവ് ദ എബിലിറ്റി ടു ഓർ കപ്പാസിറ്റി ടു ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. നൈട്രജൻ ഫിക്സേഷനുള്ള കഴിവുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ വാട്ട് ഈസ് ഹെറ്ററോസിസ്റ്റ്? സ്പെഷ്യലൈസ്ഡ് സെൽസ് വിച്ച് ആർ സീൻ ഇൻ നോസ്റ്റോക്ക് ആൻഡ് അനബീന, അല്ലെങ്കിൽ സീൻ ഇൻ യൂബാക്ടീരിയ. യൂബാക്ടീരിയയിൽ കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസിനെയാണ് എന്ത് പറയുന്നത്? ഹെറ്ററോസിസ്റ്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇറ്റ് ഫംഗ്ഷൻ? ഫംഗ്ഷൻ എന്താണ് ഇതിൻ്റെ? ഫംഗ്ഷൻ എന്ന് പറയുന്നത് നൈട്രജൻ ഫിക്സേഷൻ ആണ്, നൈട്രജൻ ഫിക്സേഷൻ. അപ്പോൾ എക്സാമ്പിൾ ഏതാണ്? ഇതിൻ്റെ എക്സാമ്പിൾ ഹെറ്ററോസിസ്റ്റ് കാണപ്പെടുന്ന ഏതൊക്കെ സ്പീഷീസിലാണ്? നോസ്റ്റോക്ക്, അനബീന. എല്ലാ സ്പീഷീസിലും കാണത്തില്ല, നോസ്റ്റോക്ക്, കൊളോണിയസ് ഫോംസ് കേട്ടോ, നോസ്റ്റോക്ക്, അനബീന തുടങ്ങിയ സ്പീഷീസുകളിൽ കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ ഹെറ്ററോസിസ്റ്റ് എന്ന് പറയുന്നത്. എന്ത് പറയും? ഹെറ്ററോസിസ്റ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് കേട്ടോ. മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ യൂബാക്ടീരിയയുടെ ക്യാരക്ടേഴ്സ് തന്നെ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതുവാണ്. മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഇപ്പോൾ ഓട്ടോട്രോപ്പിക് ഉണ്ട് കേട്ടോ, ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ന്യൂട്രീഷൻ ഉണ്ട്, അതായത് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ഉണ്ട്. ദെൻ സം ഓഫ് ദം ആർ, അതുപോലെ തന്നെ കീമോട്രോപ്സും ഉണ്ട്, കീമോ സിന്തറ്റിക് ഓട്ടോട്രോപ്പും ഉണ്ട്, ഓട്ടോട്രോപ്സ്. അപ്പോൾ ഓട്ടോട്രോപ്പിക് ന്യൂട്രീഷൻ ഉണ്ട്, ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ഉണ്ട്, അതുപോലെ കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സും പ്രസന്റ് ആണ്. ദെൻ ദേ ഹാവ് എ മേജർ റോൾ ഇൻ ദി റീസൈക്ലിംഗ് ഓഫ് നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് സൾഫർ. ദേ ഹാവ് എ മേജർ റോൾ ഇൻ റീസൈക്ലിംഗ്, അല്ലേ, റീസൈക്ലിംഗ് ഓഫ് ഫോസ്ഫറസ്, അതുപോലെ സൾഫർ, ദെൻ അയൺ തുടങ്ങിയിട്ടുള്ളവയുടെയൊക്കെ റീസൈക്ലിങ്ങിൽ ഇതിൽ മേജർ ആയിട്ടുള്ളൊരു റോള് ഉണ്ടായിരിക്കും. അതുപോലെ സം ഓഫ് ദി ബാക്ടീരിയ, അല്ലെ, നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന പറഞ്ഞാൽ നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന ബാക്ടീരിയാസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ബാക്ടീരിയയിൽ വരുന്ന അവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവരുടെ ഒരു എക്കണോമിക് ഇമ്പോർട്ടൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കേർഡ്ലിംഗ് ഓഫ് മിൽക്ക്. ദേ ഹെൽപ്സ് ഇൻ കേർഡ്ലിംഗ് ഓഫ് മിൽക്ക്, കേർഡ്ലിംഗ് ഓഫ് മിൽക്ക് കേട്ടോ, പാല് തൈരാവുന്നതിന് സഹായിക്കുന്ന ലാക്ടോബാസിലസ് പോലുള്ള ബാക്ടീരിയാസ് ആണ് കേട്ടോ, കേർഡ്ലിംഗ് ഓഫ് മിൽക്ക് അതിന് സഹായിക്കുക. അതുപോലെ പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ്, മറ്റൊരു ഇമ്പോർട്ടൻസ് ആണ് പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ്, പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ്. എന്താണ് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്? ദ സബ്സ്റ്റൻസ് വിച്ച് ആർ produced from microorganisms and which is used against microorganisms. അല്ലെ, നമുക്ക് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസ് ഒക്കെ വരുമ്പോൾ
ഹോസ്പിറ്റലിൽ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഡോക്ടേഴ്സ് എന്ത് തരാറുണ്ട്? ആൻറ്റിബയോട്ടിക് ടാബ്ലറ്റ്സ് തരാറുണ്ട്, അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻസ് കൊടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അത് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? മൈക്രോ ഓർഗാനിസത്തിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ളത്, അല്ലെ, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ആർക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്? മൈക്രോ ഓർഗാനിസംസിന് അഗെയിൻസ്റ്റ് ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ബാക്ടീരിയ, അതുപോലെ തന്നെ ഫംഗസ്, വൈറസ് തുടങ്ങിയവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ്, ഇതെല്ലാം ഈ ബാക്ടീരിയയുടെ സിഗ്നിഫിക്കൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഹ്യൂമൻ ബീൻസിന് യൂസ്ഫുൾ ആണ്, അല്ലേ? ഇനി ഇത് മാത്രമല്ല, സം ഓഫ് ദി ബാക്ടീരിയ കോസ് ഡിസീസസ്, അല്ലേ? ഡിസീസസ് ടു പ്ലാന്റ്സ്, അനിമൽസ്, അതുപോലെ ഹ്യൂമൻ ബീൻസ്, അല്ലെ, ക്രോപ്സ്, എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഡിസീസ് ഉണ്ടാക്കുന്നത്. കോളറ, ടൈഫോയിഡ് തുടങ്ങിയിട്ടുള്ള ഡിസീസ് കേട്ടോ. അപ്പോൾ ഡിസീസ് കോസിങ് ആയിട്ടുള്ള ബാക്ടീരിയ നമ്മൾ പറയുന്ന പേരാണ് പാത്തജൻസ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? പാത്തജൻസ്. എന്താ പറയുന്നത്? പാത്തജൻസ്. പാത്തജൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡിസീസ് കോസിങ് ഏജൻസ്. പാത്തജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസീസ് കോസിങ് ഏജൻസ്. മലയാളത്തിൽ പറഞ്ഞാൽ രോഗകാരികൾ. ആരാണ് രോഗം ഉണ്ടാക്കുന്നത് അയാളെ എന്ത് പറയാം? നമുക്ക് രോഗകാരികൾ എന്ന് പറയാം. അപ്പോൾ ഡിസീസ് കോസിങ് ഏജൻസ് ആണ് പാത്തജൻസ് എന്ന് പറയുന്നത്. സം ഓഫ് ദി ബാക്ടീരിയ കോസ് ഡിസീസസ് ടു ഹ്യൂമൻ ബീൻസ്, പ്ലാന്റ്സ് ആൻഡ് അതർ ഓർഗാനിസംസ്. ഓക്കെ, അപ്പോൾ പാത്തജൻസ് ഉണ്ട്, ഹൈലി ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഡിസീസൊക്കെ കോസ് ചെയ്യുന്നുണ്ട് ബാക്ടീരിയാസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് അവയുടെ ക്യാരക്ടേഴ്സ് പറയാനുള്ളത്. ദെൻ മോഡ് ഓഫ് ന്യൂട്രീഷൻ, എങ്ങനെയാണ് അവരുടെ റീപ്രൊഡക്ഷൻ എന്ന് പറയാം. യു ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, യു ബാക്ടീരിയ റീപ്രൊഡ്യൂസ് മെയിൻലി ബൈ സെക്ഷൽ ആൻഡ് അസെക്ഷൽ കേട്ടോ. എസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ സെക്ഷലായിട്ടും റീപ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സ്. അതുപോലെ അവിടെ എന്ത് നടക്കാം? അതുപോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ്. നിങ്ങൾ ദയവ് ചെയ്ത് ആ ഒരു +2-ൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ അത് കാണുക. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ടേം കംപ്ലീറ്റ് ആയിട്ട് അവിടെ പറയുന്നുണ്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇവിടെ സൈഗോട്ട് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഫോം ചെയ്യുന്നുണ്ട്, സൈഗോട്ട് ഫോർമേഷൻ എല്ലാം നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് യു ബാക്ടീരിയയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ യു ബാക്ടീരിയയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടെ ഞാൻ പറയാം. യു ബാക്ടീരിയ ആർ ഓൾസോ കോൾഡ് ട്രൂ ബാക്ടീരിയ. ദേ ഹാവ് എ റിജിഡ് സെൽ വാൾ. These are also called cyanobacteria. Unicellular forms are present, then multicellular and colonious forms are also present. Then heterocyst, specialized cells, which is present in some of the organisms such as nostoc and anabina. Then the mode of nutrition, autotropic ഉണ്ട്, അതുപോലെ തന്നെ synthetic autotrophs ഉണ്ട്. Then they take part in major role in recycling of phosphorus, sulfur, etc. Then which helps in curdling of milk, then which also helps in production of antibiotics. Antibiotics in the production. Some of them act as pathogens. Human beings disease ഉണ്ടാക്കുന്നുണ്ട്. Then mode of reproduction എന്ന് പറയുന്നത് sexually reproduce ചെയ്യുന്നുണ്ട്, asexual ആയിട്ട് reproduce ചെയ്യുന്നുണ്ട്. Asexually reproduce by means of spores. കേട്ടോ. അതെന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? +2-ലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോ ഒന്ന് കാണുക, റീപ്രൊഡക്ഷൻ ഓർഗാനിസംസ്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്ന റീപ്രൊഡക്ഷനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ദെൻ ഇനി നമുക്ക് ഒരു മൈക്കോപ്ലാസ്മയുടെ കാര്യം കൂടെ പറയുമ്പോൾ നമ്മുടെ കിങ്ഡം മൊണീറ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഞാനിവിടെ അടുത്ത് ആർക്കി ബാക്ടീരിയ മായ്ക്കുവാണ്, എന്നിട്ട് ഇവിടെ മൈക്കോപ്ലാസ്മയുടെ ക്യാരക്ടേഴ്സ് ചെയ്തതാണ് കേട്ടോ. മൈക്കോപ്ലാസ്മ The mycoplasma completely lacks cell wall. There is no cell wall. കേട്ടോ, സെൽ വാൾ ഇല്ലാത്ത ബാക്ടീരിയസ് ആണ് കേട്ടോ. ബാക്ടീരിയസ് ആണ് എന്ന് പറയുന്നത് മൊണീറയിലുള്ള ബാക്ടീരിയ ആണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. ദീസ് ആർ ദി സ്മോളസ്റ്റ് ലിവിങ് സെൽ, അല്ലെ, ഏറ്റവും ചെറിയ കോശം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സെല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്കോപ്ലാസ്മയാണ്. ഏതാണ്? മൈക്കോപ്ലാസ്മയാണ് ഏറ്റവും സ്മോളസ്റ്റ് ലിവിങ് സെൽ എന്ന് പറയുന്നത്. ദെൻ mycoplasma respire to anaerobic. They can survive without oxygen. They can survive without oxygen. So also they are pathogenic to organisms. Okay, അപ്പോൾ ഇവർ പാത്തജനിക് ആണ്, ഓർഗാനിസംസിന് ഡിസീസൊക്കെ കോസ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ സെൽ വാളില്ല, പിന്നെ ഓക്സിജൻ ഇല്ലാതെയും ജീവിക്കാൻ പറ്റും, പിന്നെ പാത്തജനിക് ടു ഓർഗാനിസം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കിങ്ഡം മൊണീറയുടെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, കിങ്ഡം മൊണീറയുടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ബാക്ടീരിയ ആണ് അല്ലേ. നമുക്ക് അവയെ 3 ഗ്രൂപ്പായിട്ട് നമ്മൾ പറഞ്ഞു. അതൊക്കെയാണ് പറഞ്ഞത്, ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ ആൻഡ് മൈക്കോപ്ലാസ്മ. അതിൽ നമ്മൾ കൂടുതൽ കാര്യം പറഞ്ഞത് എവിടെയാണ്? യു ബാക്ടീരിയയിലാണ് കുറേ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ ഞങ്ങൾ അയക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്, ഫ്രീ ലൈവ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലിങ്ക് വഴി ഒന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് നോട്ട്സും അതുപോലെ ക്ലാസ്സിൻ്റെ ഡിസ്കഷൻ, ലൈവ് ക്ലാസ്സുകളെല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, താങ്ക് യു.